അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കുക. അതാണ് നമുക്ക് റിസ്ക് ധാരാളമായി ലഭിക്കാൻ അല്ലെങ്കിൽ സമ്പത്തൊക്കെ വർദ്ധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. രണ്ടാമത്തെ എന്താണറിയോ? അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക. ഹറാമുകൾ ഹലാലുകൾ എവിടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉപജീവനത്തിന് നമുക്ക് വിശാലത ലഭിക്കും. മറ്റൊന്ന് തവക്കുലാണ്. എനിക്കെൻ്റെ റബ്ബുണ്ട്. നോക്കി നിങ്ങൾ, ഒഴിഞ്ഞ വയറുമായി പുറത്തിറങ്ങുന്ന പക്ഷികൾ നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു. തഗ്ദു ഖിമാസോ വതറൂഹു ബിത്വാന. ഒഴിഞ്ഞ വയറായിട്ട് ഒരു പുറത്തിറങ്ങുന്നത്, നിറഞ്ഞ വയറുമായിട്ട് പക്ഷികൾ തിരിച്ചു വരുന്നു. അതെന്താണ്? ആ അള്ളാഹുവിനുള്ള തവക്കുലാണ് ശരിക്കും. അപ്പോൾ എനിക്കെൻ്റെ റബ്ബുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ പല ആൾക്കാരും പറയാം മാനേജറുണ്ട്, മുതലാളിയുണ്ട്, കട അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഒരു പേടി പഠിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണവർക്ക് റിസ്ഖ് അള്ളാഹു നൽകുമെന്നാണ്. അതാണ് ഒഴിഞ്ഞ വയറുമായി പോയ പക്ഷികൾ തിരിച്ച് നിറഞ്ഞ വയറുമായിട്ടാണ് തിരിച്ചത്. പിന്നെ ആരാധനകളിൽ മുഴുകുക. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ അഹ്ലക ബിസ്സലാ, നിസ്കാരം കൊണ്ട് എൻ്റെ കുടുംബത്തെ കൽപ്പിക്കുക. നിസ്കരിക്കുക നിസ്കരിക്കുക നിസ്കരിക്കുക. അവർ പറഞ്ഞല്ല, സുന്നത്തുല്ല നിസ്കരിക്കുക നിസ്കരിക്കുക നിസ്കരിക്കുക. വസ്തബിർ അലൈഹാ, അതിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രയാസപ്പെട്ടിരുന്നു. നിസ്കരിക്കാൻ കുട്ടികളെ വിളിക്കുമ്പോഴും അല്ലേ വെറുപ്പുണ്ടാവും, ദേഷ്യം ഉണ്ടാവും, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നാൽ ലാ നസ്അലുക റിസ്ഖ, അള്ളാഹ് പറയാം, നീ നിസ്കരിക്കാൻ നിന്റെ കുടുംബത്തോട് കൽപ്പിക്കുക. ആ നിസ്കാരത്തിന് നീ കൽപ്പിക്കുമ്പോൾ മുഖേന ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുക. എന്നാൽ നിന്നോടൊരിക്കലും നമ്മൾ ഉപജീവനം ചോദിക്കണില്ല, എൻ്റെ ഉപജീവനം നമുക്ക് ആവശ്യമില്ല. എന്നാൽ നഹ്നു നർസുഖുക, നിനക്ക് ഭക്ഷണം നൽകുന്നത് നാമാണ്, അല്ലേ? വൽ ആഖിബത്തു ലിത്തഖ്വ, സൂക്ഷ്മത പാലിക്കലാണ്, തഖ്വയാണ് പര്യവസാനം നന്നാക്കുന്നത്, ശുഭപര്യവസാനം അതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിസ്കാരം 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 ആരാധനകളിൽ മുഴുകുക എന്നതുകൊണ്ട് റിസ്ക് ഒരുപാട് വർദ്ധിക്കും, ബർക്കത്തുണ്ടാവും കുടുംബത്തിൽ. നിസ്കരിച്ചാലേ എല്ലാ വക്തും ജമാഅത്തായി കൃത്യമായി നിസ്കരിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവും. കുറച്ചേ അവർക്ക് ഭക്ഷണം ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, താളിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും വല്ലാത്തൊരു സമാധാനക്കാരൻ, ആ ഉള്ളിൽ ബർക്കത്തുണ്ടാവും. നോക്കി നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു സലാം പറയാണ്, എന്താണെന്നറിയോ, തൻ്റെ കുടുംബത്തിന് ചിലപ്പോഴൊക്കെ ഞെരുക്കും പ്രയാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് കൽപ്പിച്ചുകൊണ്ടുള്ള ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തു തരുന്നു. നബിയെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്ന വഅ്മുർബില്ലാഹ്ലുക്, നേരത്തെ പറഞ്ഞല്ലോ ആയത്ത് വഅ്മുറഹ്ലക ബിസ്സലാ, അല്ലേ? ആ നിസ്കാരം കൊണ്ട് കൽപ്പിക്കും, നീ നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. അപ്പോൾ നിസ്കാരത്തിന് വിളിക്കും തോറും, നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കും തോറും ആ വീട്ടിൽ ഒരുപാട് ബർക്കത്തുണ്ടാവും. ഓനെന്തിനാ ഒന്നിനാത്രം പോകുന്നില്ലേ? നിസ്കരിക്കാം. നിസ്കാരം ഇങ്ങനെ ഇനി പോനോട് എന്താ പറഞ്ഞത്, നമ്മൾ എത്ര വയസ്സ് മുതലാണ് നിസ്കാരം തുടങ്ങേണ്ടത്? നിസ്കാരം തുടങ്ങേണ്ടത് കുട്ടികളെ നിസ്കാരം തുടങ്ങിപ്പിക്കേണ്ട എത്ര വയസ്സില? പ്രസവിച്ച അന്ന് മുതൽ 7 7 വയസ്സിൽ കൽപ്പിക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടീസ് വേണം, തലകുത്തി മാറിയിട്ടും ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ കൽപ്പിക്കണം. കൽപ്പനയാണ് 7-ാം വയസ്സിൽ. എന്നാൽ ഓനോട് പറച്ചിൽ നിസ്കരിക്കാൻ നിർത്തൽ എത്ര വയസ്സിലാണ്? മാതാപിതാക്കൾ നിസ്കരിക്കാൻ വേണ്ടി മക്കളോട് പറയൽ നിർത്തേണ്ടത് എപ്പോഴാണ്? പ്രായപൂർത്തി എത്തുമ്പോൾ, അല്ലേ? അല്ല, എന്നൊക്കെയാണോ അവൻ്റെ ഉപ്പയോ നിലനിൽക്കുന്നത്, എന്നൊക്കെയാണോ അവൻ്റെ ഉമ്മയോ നിലനിൽക്കുന്നത്, അന്ന് വരെ 99 വയസ്സുള്ള മകൻ, 110 വയസ്സുള്ള 120 വയസ്സുള്ള ഉമ്മയിപ്പി ഉണ്ടെങ്കിൽ ഓല് കൽപ്പിക്കുകയും ചെയ്യാം, നിസ്കരിച്ചില്ലെങ്കിൽ നല്ലോണം അടിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ പരിന്ന് പുറത്താക്കുക. നിസ്കരിച്ചില്ലെങ്കിലേ അപ്പോൾ അതിന് പരിധി വെച്ചിട്ടില്ല. തുടങ്ങാൻ വേണ്ടി കൽപ്പിച്ച് ജനിച്ച അന്ന് മുതൽ നിസ്കാരം കൊണ്ട് അവർക്ക് പഠിപ്പിക്കണം, നിസ്കാരം ശീലിപ്പിക്കണം. എന്നാൽ ഇത്ര വരെ ഉള്ളൂ. അവൻ്റെ ഉപ്പ ഉമ്മ എന്നുള്ള വിശേഷണം എത്ര കാലം ഉണ്ടോ അത്ര കാലം നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ ബാധ്യതയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കി, ഈ കുടുംബത്തിന് ഞെരുക്കുണ്ടാകുമ്പോഴേ, പ്രയാസം ഉണ്ടാകുമ്പോൾ നബി ഞങ്ങൾക്ക് ഇതിങ്ങനെ ഓതിത്തരും. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സലാം ഏതാ എൻ്റെ കുടുംബത്തിന് നിസ്കാരം കൊണ്ട് കൽപ്പിച്ചോ എന്നാ ബർക്കത്തുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഉമ്മാരും വാപ്പാരും കുറേ വയസ്സായാലും വിളിക്കുമ്പോൾ പിരാഗി പറയേണ്ട ആവശ്യമില്ല എന്നർത്ഥം. സന്തോഷമാണ് എത്ര വയസ്സായാലും. ഇപ്പോൾ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളൊക്കെ പരി കൂടി സുബീൻ്റെ മുമ്പ് സുബി വാങ്ങിക്കൊടുത്താൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ നടന്നു വന്നിട്ട് വിളിച്ചു. അപ്പോൾ ഇത്രയും ഒന്നിനാത്രം പോകുന്നവരെ വിളിക്കേണ്ടല്ലോ, ചിലപ്പോൾ മനുഷ്യന്മാർ ഉറങ്ങിപ്പോകില്ല. അപ്പോൾ കടമ്പ ഒരിക്കലും അവസാനിക്കണില്ല എന്നർത്ഥം. നമുക്കൊക്കെ അത് ബാധകമാണ്. എത്ര വയസ്സായാലും നിങ്ങളൊക്കെ നിസ്കരിക്കണോണ്ട് ഒരുപാട് നേട്ടങ്ങൾ വേറെയുണ്ട്. റിസ്ക് മാത്രം തരല്ല, റിസ്ക്കിൽ ബർക്കത്തുണ്ടാവും, അത് നേടിത്തരും. മാത്രമല്ല ആരോഗ്യം നിലനിർത്തുന്നവർ ആരോഗ്യം നിലനിർത്തും, അപകടങ്ങളെ തടയും. നിസ്കരിച്ചാലേ ഫർദ് നിസ്കാരം സുന്നത്ത് നിസ്കാരം ഒക്കെ ധാരാളമായി നിർവഹിക്കുന്ന ആൾക്കാർക്ക് അപകടങ്ങളെ തടയും, രോഗങ്ങളെ അകറ്റിക്കളയും. ഒരുപാട് നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ഒരു രോഗമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഹൃദയത്തിന് ശക്തി പറയും, കുവ്വത്തുണ്ടാവും, ഹൃദയത്തിന് ധൈര്യം ഉണ്ടാവും, മുഖം നല്ല ചൊറുക്കുണ്ടാവും. അപ്പോൾ ബ്യൂട്ടി പാർലറൊന്നും പോകേണ്ട ആവശ്യമില്ല. നിസ്കരിക്കണമെങ്കിൽ നിസ്കരിച്ചാലേ
നല്ല സുജൂദ് ചെയ്യുക, നല്ല ചൊറുക്കുണ്ടാവും മുഖം അല്ലേ. അതുപോലെ തന്നെ ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാവും. ഏത് കാര്യത്തിലും ഉന്മേഷം. ചില ആൾക്കാർ എന്തൊക്കെയോ ടോണിക്കും മരുന്നും ഒക്കെ കുടിക്കണല്ലേ, അതുപോലെ നല്ലോണം നിസ്കരിക്കുക. നബി ഏത് കുവ്വത്തിനും അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 12 ഭാര്യമാരടുത്ത് ഒരു ദിവസം പോയിരുന്നില്ലേ, ചുറ്റിന്നില്ലേ. നബിയുടെ നിസ്കാരത്തിൻ്റെ ദൈർഘ്യം എത്രയായിരുന്നു? അപ്പോൾ ശരീരത്തിന് ഉന്മേഷം ഉണ്ടാവും, അലസത മാറ്റി തരും, ഒക്കെ ചെയ്യും. അതാണ് നിസ്കാരം കൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ബർക്കത്തുണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഈ ആരാധന വർദ്ധിപ്പിക്കുന്നത്, റിസ്ക് വർദ്ധിപ്പിക്കാൻ കാരണമാകും. അതാണ് നമ്മുടെ വിഷയം. പിന്നെ കുടുംബബന്ധം ചേർക്കുക. പള്ളിമൊക്കെയുള്ള ബന്ധം തെറ്റിപ്പോയിക്കൊണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ചേർത്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ റിസ്ക്കിൽ നമുക്ക് വർദ്ധനവുണ്ടാവും. പിന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാം, എന്തെങ്കിലും നന്മ ചെയ്യാം. എപ്പോൾ അവരുടെ കാര്യത്തിൽ പ്രാർത്ഥിക്കുക, അതൊക്കെ നമുക്ക് റിസ്ക് വർദ്ധിപ്പിക്കാൻ കാരണമാണെന്നാണ് പറഞ്ഞത്. ആയുസ് വർദ്ധിക്കാനും വിഭവങ്ങളിൽ വിശാലത ഉണ്ടാകാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിന് മുഴുകട്ടെ എന്ന് പറഞ്ഞത്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉള്ള ബെനിഫിറ്റ് എന്താ? നമുക്ക് ദീർഘായുസ് ലഭിക്കും, മാത്രമല്ല ഓർക്ക് അതിന്റെ പ്രതിഫലം കിട്ടും ചെയ്യും. അപ്പോൾ അത് റിസ്കിൽ വർധനവ് ലഭിക്കാനുള്ള കാരണമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യും. പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവാക്കുക. എത്ര ധനം ചെലവാക്കിയാലും അതിന് ഇരട്ടി ഉണ്ടാവും. ചെലവാക്കും തോറും ഒന്നുമില്ലാത്തുമ്പോൾ ചെലവാക്കിയാൽ കൂടുതൽ അള്ളാഹു തരുമെന്നാണ് പറഞ്ഞത്. പിന്നെ നന്ദി കാണിക്കുക. ചില മനുഷ്യന്മാർക്ക് എത്ര കിട്ടിയാലും നന്ദി പറയില്ല. എങ്ങനെ ഉണ്ട് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൻ എത്ര പൈസ വെച്ചാലും കാണില്ല, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെ, എന്തൊക്കെ പരിഭവങ്ങളല്ലാതെ മനുഷ്യന്മാർക്ക് പറയാനുണ്ടാവില്ല. എന്നാൽ ഒന്നും തിന്നാതെ പട്ടിണി കിടക്കുന്ന ആൾക്കാരും അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ എത്ര സമാധാനം ഇല്ലെങ്കിലും സുഖമില്ലെങ്കിലും നമുക്ക് പ്രയാസമാണെങ്കിലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അതല്ലെങ്കിൽ തന്നെ എത്രയേ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ. ലുക്മാൻ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒരുപാട് തത്വജ്ഞാനം നൽകി. അതിൽ ഒന്നാമതായി അല്ലെങ്കിൽ വളരെ പ്രധാനവുമായി ഏറ്റവും ശ്രേഷ്ഠമായി ശ്രദ്ധേയമായി കാര്യം എന്താണ് അറിയുമോ? എന്താണ്? അനിഷ്കൂറിലില്ല, അള്ളാഹ്ക്ക് നന്ദി പറയാനാണ്. അപ്പോൾ ആര് അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണെങ്കിലും അള്ളാഹു ഓനോടും ആ നന്ദി കാണിക്കും എന്നാണ് ഓനതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും എന്നർത്ഥം. അപ്പോൾ അതാണ് മറ്റൊന്ന്. പിന്നെ ദീനീ വിജ്ഞാനം നേടുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഖുർആൻ ക്ലാസ്സിന് പോവുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും, മാത്രമല്ല സമ്പത്തിനും കുടുംബത്തിനും ഒക്കെ ഐശ്വര്യം ഉണ്ടാകും. ഒന്നുമില്ലെങ്കിലും വീട്ടിൽ കടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നോക്കി ചില ആൾക്കാർ ഇപ്പോൾ ഈ ഷമാഗരിമിനെല്ലാം ഉറങ്ങണ എത്ര ആൾക്കാരുണ്ടാവും, വർക്കത്തുണ്ടാവും. ചടപ്പല്ലേ കാരണം. നേരെ മറിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതാണെങ്കിലും ഇത്തരം ക്ലാസ്സിൽ എവിടെയാണെങ്കിലും ഖുർആൻ ക്ലാസ് ദീനീ വിജ്ഞാനത്തിൽ സദസ്സ് പങ്കെടുക്കുകയാണെങ്കിൽ അതൊരു ബർക്കത്ത് തന്നെയാണ്. ഓൻ്റെ ഉപജീവനത്തിൽ കുറച്ചേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ, എന്നാലും വരാതെ സമാധാനക്കാരൻ അല്ലേ, താടിച്ചതേ ഉണ്ടാവുള്ളൂ. എന്നാലും എന്താ കാരം, എന്തൊരു റാഹത്തക്കാരം, ഉപ്പിരുമ്പി തിന്ന കാരം അല്ല, എന്നാലും എന്തൊരു റാഹത്തക്കാരം അല്ലേ, ഒരു സമാധാനം കിട്ടും. അതാണ്. അപ്പോൾ ദീനീ വിജ്ഞാനം നേടുക. സഹാബത്തിനല്ലേ അതിലാണ് അല്ലാതെ കണ്ടിരുന്നത്, ഒരാളെ ഏൽപ്പിച്ചിട്ട് വേറെ ആൾ പോകും അല്ലേ, ദീനീ വിജ്ഞാനം ലഭിക്കാൻ. അതുപോലെ തന്നെ സലഫുസാലികളുടെ മാർഗത്തിൽ നിലകൊള്ളുക, നല്ല മനുഷ്യന്മാരെ ഇതിന് നിലകൊള്ളുക. സലഫുസാലികൾ എന്താണ് പറഞ്ഞത്, പഠിപ്പിച്ചത്, അതിലൊക്കെ ഉറച്ചു നിൽക്കുക. അതാണ് മറ്റൊന്ന് റിസ്ക് വർദ്ധിക്കാൻ ഉള്ള കാരണം. പിന്നെ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യുക. ഈ ടൂറൊക്കെ പോണ അടുക്കൂടുക്ക് പോണ പൈസ കൊണ്ടൊക്കെ ഉംറയൊക്കെ ചെയ്യുക. ഹജ്ജ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ ഹജ്ജൊക്കെ ആവർത്തിക്കുക. അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കുക, ഓരോ പ്രയാസങ്ങൾ പങ്കാളിയാകുക, ഇതൊക്കെ റിസ്ക് വർദ്ധിക്കാൻ കാരണമാകും. നോക്കിയാൽ അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വർദ്ധിപ്പിക്കും, കൊടുസാക്കും, പരിമിതപ്പെടുത്തും. എന്നാൽ ഇങ്ങനെ റിസ്ക് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാം.